നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ 3 മരണം. അഞ്ചൽ പുനലൂർ പാതയിൽ മാവിള ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. ദേശീയപാത 66ന്റെ തകർച്ച. കരാറുകാരെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്തെ 378 സ്ഥലങ്ങളിൽ തീവ്ര മണ്ണ് പരിശോധനയ്ക്ക് തീരുമാനം. എല്ലാ RS മതിലുകളുടെയും രൂപകൽപ്പനയും നിർമ്മാണവും വീണ്ടും പരിശോധിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണലിനുള്ള ഒരുക്കം ആലപ്പുഴ ജില്ലയിൽ പൂർത്തിയായി. 18 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും 8 മുതൽ 16 വരെ ടേബിളുകൾ. ശബരിമല മണ്ഡല പൂജ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. 26-ന് 30,000 പേർക്കും 27-ന് 35,000 പേർക്കും വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരം. വിശദമായ വാർത്തകളിലേക്ക്. അഞ്ചലിൽ വാഹനാപകടത്തിൽ 3 മരണം. ഓട്ടോറിക്ഷയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷന് സമീപം പുലർച്ചെ 1-നായിരുന്നു അപകടം. അഞ്ചലിലാണ് ഓട്ടോറിക്ഷയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷ ഡ്രൈവറും ഓട്ടോയിൽ സഞ്ചരിച്ച യുവതികളുമാണ് മരിച്ചത്. അഞ്ചൽ തഴമേൽ സ്വദേശികളായ ഓട്ടോറിക്ഷ ഡ്രൈവർ 22-കാരനായ അക്ഷയ്, ഓട്ടോയിൽ സഞ്ചരിച്ച 21-കാരിയായ ജ്യോതി, 16 വയസ്സുള്ള കരവാളൂർ സ്വദേശി ശ്രുതി എന്നിവരാണ് മരിച്ചത്. ശബരിമല തീർത്ഥാടകരായ ആന്ധ്ര സ്വദേശികൾ സഞ്ചരിച്ച ബസ്സുമായാണ് കരവാളൂരിലേക്ക് പോയ ഓട്ടോറിക്ഷ ഇടിച്ചത്. അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷന് സമീപം പുലർച്ചെ 1-നായിരുന്നു അപകടം. ജ്യോതിയുടെ ബന്ധുവായ ശ്രുതിയെ കരവാളൂരിലെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോയതായിരുന്നു ഓട്ടോറിക്ഷ. പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ അഞ്ചൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശബരിമല മണ്ഡല പൂജ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. 26-ന് 30,000 പേർക്കും 27-ന് 35,000 പേർക്കും വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരം ലഭിക്കും. സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 ഭക്തരെയാണ് ഈ ദിവസങ്ങളിൽ അനുവദിക്കുക. ശബരിമല മണ്ഡലപൂജയ്ക്കായി ഡിസംബർ 26, 27 തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റിലൂടെയാണ് ദർശനത്തിനുള്ള സ്ലോട്ടുകൾ ബുക്ക് ചെയ്യേണ്ടത്. ഡിസംബർ 26-ന് 30,000 പേർക്കും ഡിസംബർ 27-ന് 35,000 പേർക്കും വെർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള അവസരമുണ്ടാകും. സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 ഭക്തരെ വീതമാണ് ഈ ദിവസങ്ങളിൽ അനുവദിക്കുക. സന്നിധാനത്ത് തിരക്ക് കൂടുന്നതനുസരിച്ച് പമ്പയിൽ നിന്നും തിരക്ക് നിയന്ത്രിക്കും. നിലയ്ക്കലും തിരക്ക് നിയന്ത്രിച്ചു തന്നെയാകും ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടുക. എന്നാൽ മണിക്കൂറുകളോളം ക്യൂവിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമോ ദർശനം ലഭിക്കാതെ മടങ്ങേണ്ട സാഹചര്യമോ ഉണ്ടാകില്ലെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. സന്നിധാനത്തെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും സുഗമമായ ദർശനമൊരുക്കാൻ പോലീസിനും ദേവസ്വം ബോർഡിനും സാധിക്കുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് വെള്ളവും ലഘുഭക്ഷണങ്ങളും നൽകുന്നതിലും ഇതുവരെയും വീഴ്ച വരുത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി കേക്ക് വിപണി. പുനലൂരിലെ ബേക്കറികളെല്ലാം പ്രത്യേക കേക്ക് വിപണിയിൽ സജ്ജീകരിച്ചു. കേക്കുകൾ കൂടാതെ വീഞ്ഞുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കുന്നതിനൊപ്പം തന്നെ ക്രിസ്മസ് വിഭവങ്ങളുടെ കൂട്ടത്തിൽ കേക്കുകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ബേക്കറികളിൽ ക്രിസ്മസ് കേക്കുകളുടെ പ്രത്യേക വിൽപ്പന കൗണ്ടറുകൾ ഒരുക്കി കഴിഞ്ഞു. പരമ്പരാഗതമായി ക്രിസ്മസിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് പ്ലം കേക്കുകൾക്കാണ്. വിവിധ വലുപ്പങ്ങളിലും വിലകളിലുമുള്ള പ്ലം കേക്കുകൾ ബേക്കറികളിൽ ലഭ്യമാണ്. പല ബേക്കറികളിലും പ്ലം കേക്കുകൾക്കായി ഫ്രൂട്ട് മിക്സിംഗ് സെറമണി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷമായി നടത്തിയിരുന്നു. പ്ലം കേക്കുകൾക്ക് പുറമെ റിച്ച് ഫ്രൂട്ട് കേക്ക്, ട്രഫിൾ ചോക്ലേറ്റ്, വാനില കേക്കുകൾ തുടങ്ങി വ്യത്യസ്ത തരം ഫ്ലേവറുകളിലുള്ള കേക്കുകളും ക്രിസ്മസ് വിപണിയിൽ എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ആശംസകൾ എഴുതിയതും സാന്റാക്ലോസ്, ക്രിസ്മസ് ട്രീ തുടങ്ങിയവയുടെ രൂപത്തിലുള്ളതുമായ കസ്റ്റമൈസ്ഡ് കേക്കുകൾക്ക് യുവാക്കൾക്കിടയിൽ വലിയ പ്രിയമുണ്ട്. പ്ലം കേക്കുകൾ തേടി ആളുകൾ ബേക്കറികളിലേക്ക് എത്തുന്നതിനൊപ്പം തന്നെ വിവിധതരം വൈനുകൾക്കും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന വീഞ്ഞുകൾക്ക് കൂടുതൽ പ്രിയമുള്ളതിനാൽ പല ബേക്കറികളും വീടുകളിലെ ചെറുകിട ഉൽപ്പാദകരും ഗുണമേന്മയുള്ള ഹോംമെയ്ഡ് വൈനുകൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്.
പല ബേക്കറികളിലും വിവിധയിനം കസ്റ്റമൈസ്ഡ് കേക്കുകളും ക്രിസ്മസ് തീമിലുള്ള കേക്കുകളും ഈ സീസണിൽ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഈ വർഷം മികച്ച കേക്ക് വിപണി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പുനലൂരിലെ ബേക്കറി ഉടമകൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാത 66 തകർന്ന സംഭവം, കരാറുകാരെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്തെ 378 സ്ഥലങ്ങളിൽ തീവ്ര മണ്ണ് പരിശോധനയ്ക്ക് ഉത്തരവിട്ട് ദേശീയപാത അതോറിറ്റി. എല്ലാ RS മതിലുകളുടെയും രൂപകൽപ്പനയും നിർമ്മാണവും വീണ്ടും പരിശോധിക്കും. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മതിലുകൾ പൊളിച്ചു മാറ്റി പുനർനിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പരിഹാര നടപടികളും സ്വീകരിക്കും. ദേശീയപാത 66 കൊല്ലം മൈലക്കാടുണ്ടായ തകർച്ചയെ തുടർന്ന് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ശക്തമായ നടപടികളുമായി മുന്നോട്ട്. ഡിസംബർ 5 മൈലക്കാടുണ്ടായ RS മതിൽ തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. കൊല്ലം കടമ്പാട്ടുകോണം പദ്ധതിയുടെ ഭാഗമായ വാഹന അടിപ്പാതയിലേക്കുള്ള 9.4 മീറ്റർ ഉയരത്തിലുള്ള RS മതിലാണ് മൈലക്കാട് തകർന്നത്. ഫൗണ്ടേഷനിലെ മണ്ണിന് ഭാരം താങ്ങാൻ ശേഷിയില്ലാത്ത അവസ്ഥയാണ് തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നതിനായി NHAI അതിവേഗം കർശനമായ നടപടികൾ സ്വീകരിച്ചു. കരാറുകാരായ MS ശിവാലയെയും അവരുടെ പ്രൊമോട്ടർമാരെയും സസ്പെൻഡ് ചെയ്തു. ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറായ MS ഫീഡ്ബാക്ക് സത്രാജീവിയെയും ഭാവി പ്രോജക്റ്റുകളിൽ ലേലം വിളിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കരാറുകാർക്ക് 3 വർഷം വരെയും ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർക്ക് 2 വർഷം വരെയും പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുന്നോടിയായി സാമ്പത്തിക പിഴ ചുമത്തുന്നതിനോടൊപ്പം കാരണം കാണിക്കൽ നോട്ടീസും നൽകി. കരാറുകാരുടെ പ്രോജക്ട് മാനേജരെയും ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറുടെ റെസിഡന്റ് എഞ്ചിനീയറെയും പദ്ധതി സ്ഥലത്ത് നിന്ന് ഉടനടി നീക്കം ചെയ്തു. RS മതിൽ സാങ്കേതിക വിദ്യയ്ക്ക് തകരാറില്ലെങ്കിലും NH66 ഈ മതിലുകളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഉപയോഗിച്ച മണ്ണിന്റെ ഗുണനിലവാരത്തിലും ഭാരം താങ്ങാനുള്ള ശേഷിയിലുമുണ്ടായ പിഴവാണ് തകർച്ചകൾക്ക് കാരണമായതെന്ന ഗുരുതരമായ ആശങ്കയാണ് NHAIക്കുള്ളത്. ഇത് പരിഹരിക്കാനായി നിരവധി തലങ്ങളിലുള്ള പുതിയ പദ്ധതികൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട്. മൈലക്കാട് സംഭവത്തിന് പിന്നാലെ ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ TK സുധീഷ് എന്നിവരടങ്ങിയ ഉന്നതതല വിദഗ്ധ സമിതി ഡിസംബർ 6 സ്ഥലം സന്ദർശിച്ചിരുന്നു. തകർച്ചയുടെ കാരണങ്ങൾ അന്വേഷിച്ച് പരിഹാര നടപടികളും നിർദ്ദേശിച്ചു. കൂരിയാട്ടുണ്ടായ സംഭവത്തിന് ശേഷം രൂപീകരിച്ച മറ്റൊരു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുകൾ അനുസരിച്ചുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ദേശീയപാത 66 18 പ്രോജക്റ്റുകളിലായി 378 നിർമ്മിതികളിലും RS മതിലുകളിലായി തീവ്രമായ മണ്ണ് സാമ്പിൾ പരിശോധന നടത്താൻ NHAI 18 ജിയോ ടെക്നിക്കൽ ഏജൻസികളെ ചുമതലപ്പെടുത്തി. ഇതിൽ നിർമ്മാണം പൂർത്തിയായവയും പുരോഗമിക്കുന്നവയും തുടങ്ങാനിരിക്കുന്നവയും ഉൾപ്പെടും. 7 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ ഒന്നിലധികം ഡ്രില്ലിംഗ് റിഗുകൾ ഉപയോഗിച്ച് ഏജൻസികൾ പരിശോധന ആരംഭിക്കും. 1 മാസത്തിനുള്ളിൽ 100 സ്ഥലങ്ങളിലും ശേഷിക്കുന്നവ 3 മാസത്തിനുള്ളിലും പരിശോധന പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ സമഗ്രമായ ഫീൽഡ് ലാബ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ RS മതിലുകളുടെയും രൂപകൽപ്പനയും നിർമ്മാണവും വീണ്ടും പരിശോധിക്കും. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മതിലുകൾ പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കും. ഈ പ്രക്രിയ പൂർത്തിയാവുകയും ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്താൽ മാത്രമേ RS മതിലുകൾ അംഗീകരിക്കുകയുള്ളൂ. ഈ അവലോകനത്തിൽ കണ്ടെത്തുന്ന എല്ലാ വീഴ്ചകൾക്കും ഉത്തരം പറയേണ്ട ബാധ്യത ബന്ധപ്പെട്ടവർക്കുണ്ടാകും. നവംബറിൽ അരൂർ തുറവൂർ എലിവേറ്റഡ് റോഡ് പ്രോജക്റ്റിൽ ഗർഡറുകൾ വീണതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവത്തെ തുടർന്ന് NHAI ഇതിനോടകം തന്നെ ആ പദ്ധതിയിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ റൈറ്റ്സിനെ ഏർപ്പെടുത്തിയിരുന്നു. ഈ സുരക്ഷാ ഓഡിറ്റുകൾ NH66 മറ്റ് പദ്ധതികളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായാണ് നടപടി. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും ഗുണനിലവാരത്തിനും വേണ്ടിയുള്ള പ്രതിബദ്ധത ഏറെയുണ്ടെന്ന് NHAI വ്യക്തമാക്കി. ദേശീയപാത 66 ഇടനാഴിയുടെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കാനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും NHAI ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കം ആലപ്പുഴ ജില്ലയിൽ പൂർത്തിയായി. 18 കേന്ദ്രങ്ങളിൽ രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും 8 മുതൽ 16 വരെ ടേബിളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. ആലപ്പുഴ ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. ബ്ലോക്ക് നഗരസഭ വരണാധികാരികളുടെ നേതൃത്വത്തിൽ 18 കേന്ദ്രങ്ങളിലായി രാവിലെ 8 മുതലാണ് വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നത്. കായംകുളം, മാവേലിക്കര, ഹരിപ്പാട് നഗരസഭാ ഓഫീസുകൾ, ചെങ്ങന്നൂർ അങ്ങാടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ്, ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് നഗരസഭകളിലെ കേന്ദ്രങ്ങൾ. ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലും, ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര TK മാധവ് മെമ്മോറിയൽ കോളേജിലും, മാവേലിക്കരയിൽ മാവേലിക്കര ബിഷപ്പ് ഹോഡ്ജസ് ഹയർ സെക്കൻഡറി സ്കൂളിലും, ഭരണിക്കാവിലേത് നൂറിനാട് സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും, മുതുകുളം ബ്ലോക്കിന്റേത് മുതുകുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വോട്ടെണ്ണുക. വോട്ടെണ്ണലിനുള്ള ജീവനക്കാരെയും നിയോഗിച്ചു കഴിഞ്ഞു. ഇവർക്കുള്ള പരിശീലനം വെള്ളിയാഴ്ച പൂർത്തീകരിക്കും.
ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിനനുസരിച്ച് 8 മുതൽ 16 വരെ ടേബിളുകൾ ഒരുക്കിയിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ആദ്യം എണ്ണുക. വോട്ടെണ്ണൽ ദിവസം രാവിലെ 8 മണി വരെ ലഭിക്കുന്ന പോസ്റ്റൽ വോട്ടുകളും പരിഗണിക്കും. വോട്ടെണ്ണൽ ഫലങ്ങൾ ലഭ്യമാക്കുന്നതിന് കളക്ടറേറ്റിൽ മീഡിയ സെന്റർ പ്രവർത്തിക്കും. ട്രെൻഡ് പോർട്ടലിലൂടെയാണ് തത്സമയ ഫലങ്ങൾ ലഭ്യമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മുക്കടവ് പാലത്തിൽ സിഗ്നൽ ലൈറ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പിറവന്തൂർ പഞ്ചായത്തിലാണ് മുക്കടവ് പാലം. അപകട സാധ്യതയുള്ള പ്രദേശത്ത് 2 പാലങ്ങളാണ് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ശബരിമല മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ പിറവന്തൂർ പഞ്ചായത്തിലെ മുക്കടവ് പാലത്തിന്റെ ഇരുവശത്തും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അപകട സാധ്യതയുള്ള ഈ മേഖലയിൽ പഴയതും പുതിയതുമായ 2 പാലങ്ങൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു. രാത്രിയിലും പകലും പുനലൂർ പത്തനാപുരം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഏത് പാലത്തിലൂടെ കടന്നുപോകണം എന്നറിയാതെ ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. വെളിച്ചക്കുറവുള്ള പാലത്തിന്റെ ഇരുകരകളിലും ദിശ സൂചിപ്പിക്കുന്ന സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചാൽ ഡ്രൈവർമാർക്കുണ്ടാകുന്ന ആശങ്കയും അപകടങ്ങളും ഒഴിവാക്കാനാകും. വിജനമായ പ്രദേശമായതിനാൽ അപകടങ്ങളുണ്ടായാൽ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും എന്നിവരെ വിവരമറിയിക്കാനും സഹായമെത്താനും മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, പോണ്ടിച്ചേരി തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മുക്കടവിൽ അയ്യപ്പ ഭക്തർക്കായി മിനി ഇടത്താവളവും കുളിക്കടവുമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. $200 കോടിയിലധികം രൂപ ചെലവഴിച്ച് KSTPയുടെ നിയന്ത്രണത്തിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത നവീകരിച്ചപ്പോഴാണ് പഴയ പാലത്തിന് സമീപം പുതിയ പാലം പണികഴിപ്പിച്ചത്. എന്നാൽ നിർമ്മാണ സമയത്ത് ദിശ മനസ്സിലാക്കാനുള്ള സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാതിരുന്നതാണ് ഇരുദിശകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ആശയക്കുഴപ്പത്തിലാകാൻ കാരണം. മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. യുവാവിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. മുഖത്തല പാറപ്പുറം സ്വദേശി ആരോമിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിനിയെ മദ്യലഹരിയിൽ ഇയാൾ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നേരത്തെയും ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. മദ്യപിച്ച് പെൺകുട്ടിയോട് അസഭ്യം പറയുകയും കടന്നു പിടിക്കാൻ ശ്രമിക്കുകയുമായിരുന്ന യുവാവിനെയാണ് പോക്സോ കേസിൽ കൊട്ടിയം പോലീസ് പിടികൂടിയത്. മുഖത്തല പാറപ്പുറം പുത്തൻപുരയിൽ ആരോമലാണ് പിടിയിലായത്. തഴുത്തല PK ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ തടഞ്ഞു നിർത്തുകയും കടന്നു പിടിക്കാനും ശ്രമിച്ചു. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ സ്ഥലത്തെത്തി. തുടർന്ന് കൊട്ടിയം പോലീസിൽ വിവരമറിയിച്ചു. കൊട്ടിയം പോലീസ് സ്റ്റേഷൻ SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SIമാരായ നിതിൻ നളൻ, മിഥുൻ, പ്രമോദ്, CPOമാരായ ശംഭു, സന്തോഷ് ലാൽ എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. മുമ്പും പ്രതി ഇതുപോലെ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചതോടെ താൻ ഒട്ടിച്ച പോസ്റ്ററുകൾ നീക്കം ചെയ്ത് കുളത്തൂപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിയായ അരുൺ ഗോപാലാണ് താൻ ഒട്ടിച്ച പോസ്റ്ററുകൾ നീക്കം ചെയ്ത് ഭിത്തികൾ വൃത്തിയാക്കിയത്. ഈ മതിലുകളൊക്കെ യഥാർത്ഥത്തിൽ ആളുകൾ നിറഞ്ഞ മനസ്സോടുകൂടിയൊന്നും അല്ല നമുക്ക് അനുവദിച്ച് തരുന്നത്. അവർ ഒരാളെയും പിണക്കണ്ട എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ചോദിക്കുമ്പം അവർ സമ്മതിക്കുന്നത്. പക്ഷെ സാധാരണയായി ചെയ്യുന്നത് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തോറ്റ ആളായാലും ജയിച്ച ആളായാലും അവരെ പാടെ ഉപേക്ഷിച്ച് പിന്നെ അത് വീട്ടുകാർക്ക് ഒരു ഭാരമായി തീരുകയാണ് ചെയ്യുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് പുലർച്ചെ 5 മുതൽ തന്നെ തന്റെ വാർഡിലെ പോസ്റ്ററുകൾ കീറിമാറ്റി ഭിത്തികൾ കഴുകി വൃത്തിയാക്കുകയായിരുന്നു അരുൺ ഗോപാൽ. സഹായം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന കാഴ്ചപ്പാടാണ് ഈ പ്രവർത്തനത്തിന് പിന്നിലെന്ന് BJP സ്ഥാനാർത്ഥി അരുൺ ഗോപാൽ പറഞ്ഞു. ഇനി അടുത്ത ശനിയാഴ്ച കൗണ്ടിംഗ് കഴിയുന്നത് വരെയുള്ള ആകാംക്ഷയുടെ നിമിഷങ്ങളിലൂടെയാണ്. എന്നാൽ ആ ഒരു വോട്ടിംഗ് നടന്നതിന്റെ ആലസ്യം മാറ്റിവെച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകരും ഞാനും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ചുവറിൽ വധിച്ചിട്ടുള്ള പോസ്റ്ററുകൾ അങ്ങനെയുള്ളത് കീറാനായിട്ട്. വളരെ സാധാരണക്കാരുടെ
കൂടെ, അതായത് സർവ്വസാധാരണക്കാരനാണ് ഞാൻ. ഒരു മതിലുണ്ടാക്കുകയും അത് ചുരണ്ടി പെയിന്റ് ഒക്കെ അടിക്കുന്നതിൻ്റെ ഒരു ചിലവ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സ്ഥാനാർത്ഥികൾ അവരുടെ ഏജന്റുമാർക്കോ എൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് ഇലക്ഷൻ പ്രചരണ സമയത്ത് പരമാവധി പബ്ലിസിറ്റിയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിന് ശേഷം ഇവരുടെ കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതിലൊരു വ്യത്യസ്തത വരുത്തണം എന്ന് കരുതിയിട്ടാണ് ഇന്ന് പുലർച്ചെ 5 മണിക്ക് തന്നെ ഞാനും എൻ്റെ സുഹൃത്തായ ദിലീപേട്ടനും കൂടെ ഈ പരിപാടി തുടങ്ങിയത്. ആരുടെയും മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ആരെയും വെറുപ്പിക്കേണ്ടെന്ന് കരുതിയാണ് രാഷ്ട്രീയ പാർട്ടികൾ പോസ്റ്ററുകൾ ഒട്ടിക്കുവാൻ എത്തുമ്പോൾ സമ്മതിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പിരിഞ്ഞു പോകും. അതിനുശേഷം വീട്ടുകാർ വേണം പോസ്റ്ററുകൾ നീക്കം ചെയ്ത് ഭിത്തി വൃത്തിയാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് താൻ നേരിട്ടിറങ്ങി പോസ്റ്ററുകൾ നീക്കം ചെയ്തതെന്ന് അരുൺ ഗോപാൽ പറഞ്ഞു. അതേപോലെ ഫ്ലെക്സുകളൊക്കെ കൃത്യമായി അത് ഇളക്കി വൃത്തിയാക്കി നമ്മളത് ആ ഉടമസ്ഥന് ഒരു വേദന ഉണ്ടാക്കാത്ത രീതിയിൽ തിരിച്ച് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പ്രധാന റോഡുകൾ തകർന്നിട്ട് വർഷങ്ങൾ. ചീരങ്കാവ് ജംഗ്ഷൻ ഉൾപ്പെടെ റോഡ് തകർന്ന് യാത്ര ദുരിതപൂർണമാണ്. മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാകും. റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും നവീകരിക്കാൻ നടപടിയില്ല. നിരവധി അപകടങ്ങൾ നടക്കുന്ന ജംഗ്ഷനാണ് ചീരങ്കാവ്. ഇതുവഴിയാണ് ESI ആശുപത്രിയിലേക്കുൾപ്പെടെ രോഗികൾ പോകേണ്ടത്. എഞ്ചിനീയറിംഗ് കോളേജ്, സ്കൂളുകൾ, കശുവണ്ടി ഫാക്ടറികൾ, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ചീരങ്കാവ് ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം 40 വർഷം കഴിഞ്ഞു ഈ റോഡിന്റെ സ്ഥിതി ഇങ്ങനായിട്ട്. എങ്ങനെ താറി ചെയ്താലും ശരി തന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് വെട്ടിപ്പൊളിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ 40 വർഷം കൊണ്ട് ഒറ്റ ദിവസം പോലും പൊടി തിന്നാതെ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ജനങ്ങൾ വന്ന് തങ്ങുന്ന ഒരു സ്ഥലമാണ്. ഒരു പൊതു വാട്ടർ ടാപ്പ് ഇവിടെ ഇല്ല. പഞ്ചായത്തുകാർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കില്ല. അവർക്ക് എല്ലാത്തിനും പിരിവാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് സാധനം എടുക്കുന്ന പറയും മാസം തോറും 100 വെച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്നുണ്ട്. ഒരു പൊതു ടാപ്പ് ഇവിടെ സ്ഥാപിക്കണമെന്ന് ഒരു 5-6 പിന്നെ പ്രാവശ്യത്തിന് മുമ്പുള്ള മെമ്പർമാരോട് വരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അവരാരും ശ്രദ്ധിച്ചിട്ടില്ല. ഏറെ തിരക്കനുഭവപ്പെടുന്ന ജംഗ്ഷൻ കൂടിയാണിത്. പുത്തൂർ, ഏനാത്ത്, നെടിയവിള, കടമ്പനാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഇതുവഴിയാണ് KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നത്. റോഡിലെ മെറ്റലുകൾ ഇളകിക്കിടക്കുന്നതിനാൽ മിക്കപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട്. ഇതിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ഉൾപ്പെടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ദമ്പതികൾ തമ്മിൽ തർക്കം. ഭാര്യയുടെ സ്കൂട്ടർ ഭർത്താവ് കത്തിച്ചു. കരുനാഗപ്പള്ളി, കോഴിക്കോട്ടാണ് സംഭവം. സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി സനുവിനെ അറസ്റ്റ് ചെയ്തു. ദമ്പതികൾ തമ്മിലുണ്ടായ കലഹത്തെ തുടർന്ന് ഭാര്യയുടെ സ്കൂട്ടർ ഭർത്താവ് കത്തിച്ചു. സംഭവത്തിൽ കരുനാഗപ്പള്ളി, കോഴിക്കോട് സ്വദേശി സനുവിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ നവംബർ 16-നായിരുന്നു സംഭവം. ഭാര്യ ശ്രീകുട്ടിയുടെ ഇരുചക്ര വാഹനമാണ് ഇയാൾ കത്തിച്ചത്. തുടർന്ന് ശ്രീകുട്ടി കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി. പരാതിയെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മദ്യപാനിയായ സനു നിത്യവും കുടുംബകലഹമുണ്ടാക്കാറുണ്ടെന്ന് ശ്രീകുട്ടിയുടെ മാതാവ് പറഞ്ഞു. ഇപ്പോൾ നവംബർ 15-ാം തീയതി കുഞ്ഞിനൊരു പരീക്ഷയുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ടുപോകണം. വെള്ളിയാഴ്ചത്തെ കളക്ഷനും അടയ്ക്കണം. ഇവൻ ജന്മം ചെയ്ത വിടത്തില്ല. കുഞ്ഞിനെ പൂട്ടിയിട്ട് 2 കൈയും കെട്ടിയിട്ട് വണ്ടി കൊടുക്കത്തില്ല. വെറും വൃത്തികേടാവും പറയുന്നില്ല. മറ്റുള്ളവരുമായിട്ട് കൂട്ടിച്ചേർത്തിൻ്റെ മോളെ പറയും. ഇന്നലെ അതുപോലെയായിരുന്നു. അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല സാർ. 6 വർഷം കൊണ്ട് ഒരു കുഞ്ഞിനായിട്ട് ഇവൻ ബുള്ളറ്റ് വേണം, ബുള്ളറ്റ് വേണം. അതിന് ഇവിടെ കുത്തി കുഞ്ഞിന് 7 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞിട്ടില്ല. പ്രസവിച്ചിട്ട് 28 ദിവസം എൻ്റെ മോളെ കിടത്തില്ല. ആദ്യം ആ മൂത്ത കുഞ്ഞിനെ അത് കൊണ്ടുവന്ന് അന്ന് കട്ടക്കിടിച്ച് ഓർമ്മയില്ലാതെ അയലത്തായിരുന്നു. നമ്മുടെ അടുത്തൊന്നും പറയത്തില്ല ഈ മോൾ. ഇന്നലെ നടന്ന സംഭവം നാട്ടുകാർ പറഞ്ഞേ ഞാൻ അറിഞ്ഞു. റോഡിലിട്ടൊക്കെ അടിച്ചിരുന്നു കുഞ്ഞിനെ. അങ്ങനെ ഓരോ കാരണങ്ങളുണ്ട്. ആ കുഞ്ഞിനൊരു സ്വസ്ഥത കൊടുക്കത്തില്ല ഇവൻ. കഴിഞ്ഞ ദിവസവും സ്കൂട്ടർ യാത്രക്കാരിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറിയെന്നും കുടുംബം ആരോപിച്ചു. എനിക്കൊരു ഭർത്താവില്ല. ഞാനൊരു വിധവയാണ്. വീട്ടു ജോലിക്ക് പോയ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അതെല്ലാം ഞാൻ കൊടുക്കും. എൻ്റെ മുടക്കത്തിൽ എന്നാ തുണി ഉരിഞ്ഞ് വഴി വെച്ച് കാണിച്ച് ഞാൻ കൊടുത്ത മുതൽ ചോദിച്ചു. എന്നാലും ഇവിടെ ഇരിക്കുകയായി പിടിപ്പിക്കുന്നത്. പൊതുജനങ്ങളെ കാണവേ കൊച്ചിനെ മർദ്ദിക്കുന്നതും ഇന്നലെ പോക്കാട്ടുമുക്കിലും തറയുമുക്കിലും ഒക്കെ റോഡിലിട്ട് അടിച്ച് വണ്ടി ഔട്ടി. സിനിമാ സ്റ്റൈലിൽ ഒരാളുടെ വണ്ടി വല്ലവരുടെ വണ്ടിയൊക്കെ ഇന്നലെ അടിച്ച് കളിക്കും. എൻ്റെ മോളെ കൊണ്ട് നിവർത്തിയൊന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ 3 മരണം. അഞ്ചൽ പുനലൂർ പാതയിൽ മാവില ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം.
ദേശീയപാത 66ന്റെ തകർച്ച, കരാറുകാരെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്തെ 378 സ്ഥലങ്ങളിൽ തീവ്ര മണ്ണ് പരിശോധനയ്ക്ക് തീരുമാനം. എല്ലാ RS മതിലുകളുടെയും രൂപകൽപ്പനയും നിർമ്മാണവും വീണ്ടും പരിശോധിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണലിനുള്ള ഒരുക്കം ആലപ്പുഴ ജില്ലയിൽ പൂർത്തിയായി. 18 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും 8 മുതൽ 16 വരെ ടേബിളുകൾ. ശബരിമല മണ്ഡല പൂജ, വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. 26-ന് 30,000 പേർക്കും 27-ന് 35,000 പേർക്കും വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.